ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യരിൽ നമുക്ക് അടിസ്ഥാനപരമായ വിശ്വാസം വേണം, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല. വർഷങ്ങൾക്ക് മുമ്പോൾ ഒരാൾ പറഞ്ഞതാണിത്. ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറി ₹1.75 ഓട്ടോ കൂലിയായി. 2 രൂപയാണ് കയ്യിലുള്ളത്. അവിടെ ചെറിയൊരു വാക്ക് തർക്കം നടന്നു. ബാക്കി തരാനുള്ള 25 പൈസ എനിക്ക് തന്നാൽ മാത്രം ഞാൻ ഈ 2 രൂപ തരാം. കാരണം 2 രൂപ തന്നാൽ 25 പൈസ തരാതെ നിങ്ങൾ വണ്ടി ഓടിച്ചു പോയാലോ? അതിന് ഓട്ടോക്കാരൻ കൊടുത്ത മറുപടിയാണ്, എടോ, കുറച്ചെങ്കിലും മനുഷ്യരോടുള്ള വിശ്വാസം തനിക്കുണ്ടാകണം, അല്ലെങ്കിൽ തനിക്ക് ജീവിക്കാൻ പറ്റില്ല. മറ്റൊരു സംഭവം കൂടി ഇവിടെ അവതരിപ്പിക്കട്ടെ. വീടിന് തീ പിടിച്ചു. വീട്ടുടമ രക്ഷയ്ക്കായി മേൽക്കൂരയിലേക്ക് കയറി. അയാൾ അപകടാവസ്ഥയിൽ മുകളിലിരിക്കുന്നത് കണ്ട് അയൽക്കാരിൽ ചിലർ കമ്പിളിപ്പുതപ്പ് കൊണ്ടുവന്ന് വിരിച്ചു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, താഴേക്ക് ചാടിക്കോളൂ, ഞങ്ങൾ പിടിച്ചോളാം. വീട്ടുടമ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സ്വഭാവം പണ്ടേ അറിയാം. ഞാൻ ചാടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതപ്പ് മാറ്റാനല്ലേ. അയൽക്കാർ പിന്നെയും നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങളെയൊന്നും എനിക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് ആ പുതപ്പ് നിലത്ത് വിരിച്ചിട്ട് മാറി നിൽക്കാമെങ്കിൽ ഞാൻ ചാടാം. കാഴ്ച വികലമാകാതിരിക്കാൻ നേത്രപടലത്തിൻ്റെ കാര്യശേഷി മാത്രം പോരാ, നല്ല മനസ്സുകൂടി വേണം. അവരനെ വിശ്വാസമില്ലാത്ത പലരും അവനവനിലും വിശ്വാസമില്ലാത്തവരാണ്. ആരെയും വിശ്വസിക്കാതെ എങ്ങനെയാണ് നിലനിൽക്കാനാകുക? ഭക്ഷണം വിളമ്പുന്നവരുടെ കൈകളിൽ വിഷാംശം സംശയിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാനാകില്ല. അപരിചിതരുടെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നവർക്ക് ജീവിതത്തിൽ ഒരു പരിചിതൻ പോലും ഉണ്ടാകില്ല. ചില സമയങ്ങളിൽ ശത്രുവിനെയും വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് നഷ്ടം സംഭവിക്കുന്നില്ലെങ്കിൽ, അതല്ലാതെ മറ്റു മാർഗമില്ലെങ്കിൽ എന്തിനാ വിശ്വസിക്കണം? എല്ലാവരെയും വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് എല്ലാവരെയും അവിശ്വസിക്കുന്നത്. എല്ലാവരിലും ചില നന്മകൾ ശേഷിക്കുന്നുണ്ട്. പ്രതിയോഗികളുടെ മനസ്സിലും എപ്പോഴും പ്രതികാരമാകണമെന്നില്ല. ചില പൊള്ള അനുഭവങ്ങളുണ്ടാവും, വേർപിരിഞ്ഞവരെ ഒരുമിപ്പിക്കുന്നതും പൊതുബന്ധത്തിന് വഴിയൊരുക്കുന്നതും. അവരൻ്റെ മനസ്സിലെ നന്മ കണ്ടെത്താൻ കഴിയാതിരുന്നതാകാം പല ബന്ധങ്ങളുടെയും ഊഷ്മളത നഷ്ടപ്പെട്ടതിന് കാരണം. ഒരാളെ വിശ്വസിക്കുന്നു എന്നതാകും അയാളോട് കാണിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ബഹുമാനം.